എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 73, 74 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിൽ 73ാമത്തെ ശ്ലോകം ഉപജാതി വൃത്തത്തിലും 74ാമത്തേത് ഉപേന്ദ്രവജ്രവൃത്തത്തിലുമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഈ സൈന്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധം, അതായത് മധുരാപുരിയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ അവിടുത്തെ ഭടന്മാരും അതുപോലെ ജരാസന്ധൻ കൊണ്ടുവന്ന മഗധത്തിലെ രാജാക്കന്മാരും സൈന്യങ്ങളും തമ്മിലുള്ളതായ അതിബൃഹത്തായിട്ടുള്ള യുദ്ധമാണ് നടക്കാൻ പോണത്. നമുക്ക് ആദ്യം 73ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഛേദപ്രസംഗേ നവശാദ്വലാനാം കോ നാമ കുര്യാത് കുലിശസ്യ മോക്ഷം മത്വേദി കേചിത് ഭുജമാത്ര ശസ്ത്രാ യദു പ്രവീരായയുരഭ്യമിത്രം. ആദ്യം പദച്ഛേദം പറയാം. ഛേദപ്രസംഗേ നവശാദ്വലാനാം കഹ നാമ കുര്യാത് കുലിശസ്യ മോക്ഷം മത്വാ ഇതി കേചിത് ഭുജമാത്രശസ്ത്രാഃ യദുപ്രവീരാഃ യയുഃ അഭ്യമിത്രം. ഇവിടെ യാദവന്മാർ യുദ്ധത്തിനായിട്ടൊരുങ്ങി പുറപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അത് ഇത്തിരി മാറ്റി വർണ്ണിക്കുകയാണ് ചെയ്യണത്. നവശാദ്വലാനാം അന്വയം എങ്ങനെയാണ് പറയണത്? നമുക്കതിൻ്റെ കൂട്ടത്തിൽ അർത്ഥം പറയാം. നവശാദ്വലാനാം ഛേദപ്രസംഗേ കുലിശസ്യ മോക്ഷം കഹ് കുര്യാന്നാമ. ഒരു ചോദ്യമാണ്, കവി നമ്മളോട് ചോദിക്കുകയാണ്. നവശാദ്വലാനം, നവം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് മുളച്ചു വന്നതായ ശാദ്വലം. ശാദ്വലം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അർത്ഥം. അതായത് പച്ചപ്പ്, തളിരിലകൾ, അതുപോലെ പുതുനാമ്പുകൾ, അതിനെയൊക്കെ ശാദ്വലം എന്ന് പറയും. പിന്നെ എന്തിനാ വീണ്ടും നവ എന്ന് ചേർത്തതെന്ന് ആണെങ്കിൽ ആ ഒരു എല്ലാ ചെടികളും പുതുതായിട്ടാണ് വളർന്നു വന്ന് നിൽക്കുന്നത് എന്നുള്ളത് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടികളുടെ പുതുമുകുളങ്ങളെ, അതാണ് നവശാദ്വലാനാം ഛേദപ്രസംഗേ. അങ്ങനെയുള്ള ഈ അത്ര വലിപ്പമൊന്നുമില്ലാത്തതായ ചെറിയ പുല്ലുകൾ, തളിരുകൾ, ലതകൾ, അങ്ങനെ നിലത്ത് പടരുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ, അതിനെയൊക്കെ ഛേദനം ചെയ്യാൻ, അതിനെയൊക്കെ മുറിക്കാൻ ഛേദപ്രസംഗത്തിൽ കുലിശസ്യ മോക്ഷം കഹ് കുര്യാന്നാമ. കുലിശം, കുലിശം എന്ന് പറഞ്ഞാൽ വജ്രായുധം എന്നർത്ഥം. ആരാണ് വജ്രായുധമൊക്കെ എടുക്കുക? അതായത് ഈ ചെറിയ പുൽച്ചെടികളെ വെറുതെ ഒന്ന് കൈവീശിയാൽ തന്നെ പറഞ്ഞു പോരുന്ന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നതായ ചെറിയ ചെടികളെ വീശിക്കളയുന്നതിന്, വെട്ടിക്കളയുന്നതിന് ആരെങ്കിലും നല്ല മൂർച്ചയുള്ളതായ വജ്രായുധം ഉപയോഗിക്കുമോ? വജ്രായുധത്തിൻ്റെ ഉപയോഗം എന്ന് പറയണത് തന്നെ വലിയ വലിയ ആൾക്കാർ തമ്മിലുള്ളതായ യുദ്ധത്തിലൊക്കെയാണ്. അതുപോലെ രാക്ഷസന്മാരൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന്, അസുരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നതിനൊക്കെ കുലിശം, വജ്രായുധം ഉപയോഗിക്കാറുണ്ട് ഇന്ദ്രൻ. അല്ലാതെ ഈ നിലത്ത് പടരുന്ന ചെറിയ ചെടികളെ വെട്ടിക്കളയാനൊന്നും വജ്രായുധം അഥവാ കുലിശം എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതാണ് ആരെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുമോ? കുലിശസ്യ മോക്ഷം, മോക്ഷം എന്ന് പറഞ്ഞാൽ കുലിശം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, ചെറിയ വാള് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഉറ പോലെ കുലിശവും സൂക്ഷിച്ചു വയ്ക്കുന്നത് വല്ല കോശങ്ങളിൽ, വാളുറകളിലായിരിക്കും. അവിടെ നിന്ന് ആ കുലിശമൊക്കെ എടുത്തിട്ട് ആരെങ്കിലും പുല്ല് വെട്ടാനായിട്ട് പുറപ്പെടുമോ? അങ്ങനെ ഒരു ചോദ്യം കവി നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഇല്ല, അതൊന്നും അത്രയും വലിയ ആയുധങ്ങളൊന്നും പുല്ല് പറിക്കാൻ ആവശ്യമില്ല. മോക്ഷം കഹ കുര്യാന്നാമ, ആരെങ്കിലും ചെയ്യോ? ആരും ചെയ്യില്ല തന്നെ. ഇതി മത്വ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. അതാണ് ഇതി മത്വ കേചിത് ഭുജമാത്രശസ്ത്രാഃ യദുപ്രവീരാഃ അഭ്യമിത്രം യയുഃ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എന്ന് തോന്നുന്നു കുറച്ച് യാദവന്മാർ. അവരെന്താ ചെയ്തത്? ഭുജമാത്രശസ്ത്രാഃ, കയ്യ് മാത്രം ആയുധമായിട്ടുള്ളവർ, അതായത് കയ്യിൽ പ്രത്യേകിച്ച് വാളോ പരിചയോ അല്ലെങ്കിൽ വടിവാള് പോലെയുള്ളതോ അസ്ത്രമോ വില്ലോ ഒന്നും എടുക്കാതെ നേരെ കയ്യ് മാത്രം ആയുധമാക്കിയിട്ട് അങ്ങോട്ട് ചെന്നു. അതാണ് ഭുജ മാത്ര ശസ്ത്രാഹ. ഭുജം മാത്രം, കയ്യ് മാത്രം ആയുധമാക്കിക്കൊണ്ട് ചില യദുപ്രവീരന്മാർ എന്തു ചെയ്തു? അഭ്യമിത്രം യയു. അഭ്യമിത്രം എന്ന് പറഞ്ഞാൽ അമിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. അഭ്യമിത്രം എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ നേർക്ക്. ശത്രുക്കളുടെ നേർക്ക് പ്രത്യേകിച്ച് ആയുധമൊന്നും വേണ്ട,
അവരെയൊക്കെ എതിർക്കാൻ എൻ്റെ ഈ കൈകൾ മാത്രം മതി എന്നുള്ള ഒരു ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് യദുപ്രവീരന്മാർ കുറേ പേര് ഈ മഗധ രാജ്യത്തിലെ സൈന്യങ്ങളുടെ നേർക്ക് ചെന്നെടുത്തു. അവരെ കൊല്ലാനൊന്നും നമ്മുടെ കയ്യിലുള്ള വലിയ വലിയ ആയുധങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു മട്ട് അതാണ് അവരുടെ മുഖത്തുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിലുള്ളതായ ആയുധങ്ങൾ എന്ന് പറയുന്നത് എത്രയോ മൂർച്ചയുള്ളതായ ഗാംഭീര്യമുള്ളതായ ആയുധങ്ങളാണ്. ആ വലിയ ആയുധങ്ങൾ എടുത്തിട്ട് ചെറിയ പുല്ല് തളിര് പോലെ നിൽക്കുന്നതായ വളരെ നിസ്സാരക്കാരായിട്ടുള്ള ഈ ജരാസന്ധൻ്റെ സൈന്യത്തെ വധിക്കണോ, ഇതൊന്നും എടുത്തിട്ട് വധിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. ഉത്പ്രേക്ഷാലങ്കാരാണ്. ഈ യദുപ്രവീരന്മാർ കുറേ പേര് അവരവരുടെ കൈ തന്നെ ആയുധമാക്കിയിട്ട് കൈകൊണ്ട് അടിക്കുകയോ തൊഴിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യാലോ, അത്രയൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ശത്രു സൈന്യത്തിൻ്റെ നേർക്ക് അഭ്യമിത്രം യയു ചെന്നു. മറ്റായുധങ്ങളൊന്നും എടുത്തില്ല, കൈ തന്നെയായിരുന്നു അവരുടെ ആയുധം എന്നാണ് കവി വർണ്ണിക്കുന്നത്. അങ്ങനെ ശത്രുപക്ഷത്തേക്ക് പോയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് 74-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്കാദ്യം ശ്ലോകം ചൊല്ലാം. പരാക്രമശ്രീ പരിരംഭകാലേ വിശങ്ക്യനൂനം വ്യവധാനദോഷം ഉരച്ഛദസ്യ ഗ്രഹണേ പരാഞ്ചോ നിരീയുരന്യേ യദവസ്മയേന. ആദ്യം പദച്ഛേദം പറയാം. പരാക്രമശ്രീ പരിരംഭകാലേ വിശങ്ക്യ നൂനം വ്യവധാനദോഷം ഉരച്ഛദസ്യ ഗ്രഹണേ പരാഞ്ചഃ നിരീയു അന്യേ യദവ സ്മയേന. ഇവിടെ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നത് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ജയിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കവി പറയണത്. അന്യേ യദവ, കുറേ പേര് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും എടുക്കാതെ ജരാസന്ധൻ്റെ സൈന്യത്തിലേക്ക് കൈ മാത്രം ആയുധമാക്കിയിട്ട് പോയി എന്ന് പറഞ്ഞു. ഇനി മറ്റ് യാദവന്മാർ എന്താണ് ചെയ്തതെന്ന് പറയാണ്. അന്യേ യദവ, മറ്റ് ചില യാദവന്മാർ പരാക്രമശ്രീ പരിരംഭകാലേ വ്യവധാനദോഷം നൂനം വിശങ്ക്യ ഏവ. പരാക്രമശ്രീ പരിരംഭം, അതായത് പരാക്രമശ്രീ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ട് നേടിയെടുക്കുന്നതായ ശ്രീ, ഐശ്വര്യം അഥവാ വിജയം. വിജയശ്രീലാളിതരായിട്ട്, എന്തായാലും യാദവന്മാരല്ലേ ഈ മഗധയിലെ ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടി ജയിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് വിജയശ്രീ നമ്മളെയൊക്കെ പരിരംഭണം ചെയ്യൂലോ, നമ്മളൊക്കെ ജയിക്കും, നമ്മളെ വിജയശ്രീ പരിരംഭണം ചെയ്യും. ഒരു സ്ത്രീ വന്ന് പരിരംഭണം ചെയ്യണത് പോലെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. പരാക്രമശ്രീ പരിരംഭകാലേ, പരാക്രമം ചെയ്തിട്ട് വന്നു ചേരുന്നതായ ഐശ്വര്യം അല്ലെങ്കിൽ വിജയമാകുന്ന ശ്രീ നമ്മളെ പരിരംഭണം ചെയ്യുമ്പോൾ, കെട്ടിപ്പുണരുമ്പോൾ, വ്യവധാനദോഷം നൂനം വിശങ്ക്യ, ഒരു തടസ്സമുണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ മാർച്ചട്ട പോർച്ചട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ആരെങ്കിലും വന്ന് പരിരംഭണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം നേരിട്ട് കിട്ടില്ല, ആ പോർച്ചട്ടയമേ വന്ന് സ്പർശനം തീരും. അങ്ങനെ വേണ്ട, നമ്മുടെ മേലേക്ക് തന്നെ ആയിക്കോട്ടെ വിജയശ്രീയുടെ പരിരംഭണം എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും. വീണ്ടും ഉത്പ്രേക്ഷാലങ്കാരം, അതാണ് വ്യവധാനദോഷം നൂനം വിശങ്ക്യ. ഒരു തടസ്സമുണ്ടാവണ്ട, ആ ഒരു ദോഷമുണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നും. ഉരച്ഛദസ്യ ഗ്രഹണേ, ഉരച്ഛദം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധ സമയത്ത് അണിയുന്നതായിട്ടുള്ള പോർച്ചട്ട, മാർച്ചട്ട, മാറിൽ അണിയുന്ന ചട്ട, യുദ്ധത്തിനായിട്ട് മാത്രം ഉപയോഗിക്കുന്നതായ ചട്ട, കവചം എന്നർത്ഥം, അതൊന്നും എടുക്കാതെ ഉരച്ഛദസ്യ ഗ്രഹണേ പരാഞ്ചഹ, പരാഞ്ചന്മാരെന്ന് പറഞ്ഞാൽ അതിന് വിമുഖരായിട്ട് ഈ പോർച്ചട്ടയൊന്നും വേണ്ട, കവചമൊന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും അത്യന്തം സന്തോഷത്തോടു കൂടിയിട്ട് സ്മയേന എന്ന് പറഞ്ഞാൽ ഒരു പേടിയുമില്ലാതെ നമ്മൾ തന്നെ ജയിക്കുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് അവരാ യുദ്ധം ചെയ്യാനുള്ള അവസരം കിട്ടിയതിൻ്റെ ആ ഒരു എന്താ പറയുക വിസ്മയത്തോടു കൂടിയിട്ട്, ഒരു വലിയ ആഹ്ലാദത്തോടു കൂടിയിട്ട് ഇവരെല്ലാവരും മഗധയിലെ ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ടു. അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഈ പോർച്ചട്ട അണിയണം എന്നുള്ളതൊക്കെ ഒരു പുച്ഛത്തോട് കൂടിയിട്ട് കണക്കാക്കി അതിനെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ യാദവന്മാരെല്ലാവരും നേരിട്ട് പ്രത്യേകിച്ച് ഒരു സുരക്ഷാ കവചങ്ങളൊന്നും ഉപയോഗിക്കാതെ മഗധയിലെ രാജാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ യാദവന്മാരുടെ ഒരു ഓവർ കോൺഫിഡൻസ്, അവർക്കുള്ളതായ ഞങ്ങളെ ജയിക്കുള്ളൂ എന്നുള്ളതായ ഒരു തോന്നലിനെ പറ്റിയിട്ടാണ്
ഇവിടെ കവി വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഛേദപ്രസംഗേ നവശാദ്വലാനാം കോ നാമ കുര്യാത് കുലിശസ്യ മോക്ഷം മത്വേദി കേചിത് ഭുജമാത്രശസ്ത്രാ യദുപ്രവീരായയുരഭ്യമിത്രം പരാക്രമശ്രീപരിരംഭകാലേ വിശങ്ക്യ നൂനം വ്യവധാനദോഷം ഉരച്ഛദസ്യ ഗ്രഹണേ പരാഞ്ജോ നിരീയുരന്യേ യദവസ്മയേന. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഒരു കൂട്ടര് ഇങ്ങനെ യുദ്ധത്തിനായിട്ട് പ്രത്യേകിച്ച് ആയുധമൊന്നും എടുക്കാതെ പോയി എന്നാണ്. അത് അവരുടെ അഹങ്കാരം, അവരുടെ ഓവർ കോൺഫിഡൻസ്. രണ്ടാമത്തെ കൂട്ടര് വിജയശ്രീ വന്ന് പരിരംഭണം ചെയ്യുമ്പോൾ നമ്മുടെ മാരടത്തിൽ തന്നെ ആയിക്കോട്ടെ, അതിനൊരു തടസ്സം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് പോർച്ചട്ടണിയാതെ പോയ മറ്റൊരു കൂട്ടര്. ഇങ്ങനെ ഓരോരുത്തരും യുദ്ധത്തിനായിട്ട് സന്നദ്ധരായി തീർന്നു എന്ന് കവി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള യുദ്ധം തന്നെയാണ് വർണ്ണിക്കണതെങ്കിലും അതിൻ്റെ ചില പ്രത്യേകതരം മുഖങ്ങളെ വർണ്ണിക്കുന്നതായ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.